പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നശ്വൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു, പോരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്താ വെച്ചാൽ നേരെ കാര്യം പറയാം, നശ്വയ്ക്ക് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു ഇവിടെ കോഴിക്കോട്. അതായത് എനിക്കിപ്പോൾ സ്കൂളായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടൂരിൽ എൻ്റെ കൂട്ടുകാരനുണ്ട് ഷിബിൽ. അപ്പോൾ ഓനെ കൊണ്ട് ഓക്കൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയാണ്ട് ഓൻ വണ്ടൂർക്ക് വരുമ്പോൾ എനിക്ക് പിന്നെ നിലമ്പൂരിൽ നിന്ന് വണ്ടൂർ പോയി വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അത് എഴുതിയാണ്ട് ഓനെ കൊണ്ട് വാങ്ങിപ്പിച്ചിനി. ഓൻ വരുമ്പോൾ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ നിർഭാഗ്യവശാൽ ഓൻ ഇന്നലെ ഒന്ന് നാട്ടിലേക്ക് പോരാൻ പറ്റിയില്ല. ഇവിടെ അവൻ്റെ ഓഫീസിൽ എന്തൊക്കെയാണ് കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓന് പോരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, രാവിലെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ, കോഴിക്കോട് പോകുന്നതാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട് ആ സാധനം എന്നോട് വാങ്ങി വെച്ചിരിക്കുന്നത്, അത് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നെസ്വൊക്കെ കൊണ്ടുപോയി കൊടുക്കും. സാധനം എന്താ ഞാൻ പറയുന്നത്, അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതേ രീതി ഭയങ്കര ഹൈ പ്രൈസിൻ്റെ സാധനമൊന്നുമല്ല കേട്ടോ, ചെറിയ സമ്മാനമാണ്. പക്ഷേ ഓളിഞ്ഞോട് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഇങ്ങനെ തപ്പണ ഞാൻ കാണലുണ്ട്. അതായത് മറ്റേ ഫ്ലിപ്കാർട്ടിലും ഇതിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യണമൊക്കെ ഞാൻ കാണലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ അതേമാതിരി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ പുതിയ പുതിയ മോഡലുകളൊക്കെ ഇങ്ങനെ നോക്കണ ഞാൻ കാണലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഇഷ്ടപ്പെടുന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ ഇത് വാങ്ങി വെച്ചിരിക്കണത്. അപ്പോൾ ഞാൻ ആ സാധനം ഇപ്പോൾ എൻ്റെ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്തുതരാം, എന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, കാരണം ഓളെ കൊണ്ടുവന്നില്ല കേട്ടോ, ഓള് വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി ഓക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യുക, വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഹലോ മുത്ത, ഞാൻ ചെയ്യുന്ന ലൊക്കേഷനിൽ എത്തിയത് ഇംഗ്ലീഷ് കഫേൻ്റെ അവിടെ അല്ലല്ലോ? ആ കെൻമിൻ്റെ അവിടെ തന്നെ എത്തിക്കണത്. എനിക്ക് ലൊക്കേഷൻ തന്നോടത്തേക്കാണ് എത്തിക്കണത്. പക്ഷെ ഇത് കെൻമിയാണല്ലോ. ആ ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് ഇറങ്ങി വരാം. ഈ മേലല്ലേ? സെക്കൻഡ് ഫ്ലോർ. ആ ഓക്കെ മുത്ത, ഓക്കെ. ഇതായിരുന്നു ഇതേത് ഓഫീസ്? ഞാൻ ഇംഗ്ലീഷ് കഫേ കണ്ടിരിക്കണേ, ഈ ഓഫീസ് കണ്ടിട്ടില്ല. ഓൾ തന്നെ ഉണ്ട്, ഇംഗ്ലീഷ് കഫേ ഒക്കെ വേറെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇറങ്ങി ഓടേണ്ടി വരും അല്ലേ, നല്ല മഴയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവാട്ടോ. അല്ലാ നനഞ്ഞു. ഇതെൻ്റെ ഫോണല്ലേ? അല്ല, ഏത് ഓഫീസ്? ഓഫീസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് കഫേക്കെ വന്നിരിക്കണേ, അർഷിൻ്റെ അപ്പോൾ വന്നിരിക്കണേ ഞാൻ. നമ്മുടെ ഏജൻസിയും അക്കാഡമിയും ഒക്കെ ഇവിടെ വ്ളോഗൊക്കെ എടുത്ത് ചേരുന്നേ. ആ വ്ളോഗുണ്ടേ, സർപ്രൈസ്. ഈ മൈക്ക് കണ്ടു വെച്ചോ, ഇവിടെ കൊടുക്കട്ടെ. ഇവിടെ എന്താ പരിപാടി? ഇത് നമ്മളെ മാർക്കറ്റിംഗ് ഏജൻസി. അത് മനുവിനെ അറിയില്ലേ? പരിചയപ്പെട്ടിരിക്കണേ. നമ്മുടെ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസും വീഡിയോ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഏജൻസി. ഇവിടെ ഓഫീസ് അവിടെയില്ലേ? അത് ഇംഗ്ലീഷ് കഫേ. പിന്നെ ഇവിടെ തന്നെയാണ് മെൻറ്റേഴ്സ് അക്കൗണ്ടിൽ ഒരു അക്കാഡമി മുകളിലുണ്ട്, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ കുറേ ചെരുപ്പുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് മേലെ. ശരി, ഇരിക്കും, എനിക്ക് സാധനം തരണ്ടേ. ഇവിടെ എന്തൊക്കെ പരിപാടികൾ എനിക്ക് പറഞ്ഞാലോ, അത് മനസ്സിലായില്ല. ഇവിടെ നമ്മൾ മാർക്കറ്റിംഗ് സർവീസസാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും. ഒരു കമ്പനിക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അതിന്റെ സർവീസ് കൊടുക്കുന്ന സ്ഥലത്തും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം മുകളിലും അക്കാഡമി ആയിട്ട് നമ്മൾ തന്നെയാണ്. നമ്മൾ ജീവിച്ചു കൊണ്ടിടാം, ജീവിച്ചു കൊണ്ടേ അരി വാങ്ങേണ്ടതൊക്കെ മറ്റേ അരി എണ്ണനാണ്, അരി വാങ്ങണ്ടേ. ഇത് ഇവരൊക്കെ മെന്റേഴ്സ് ആട്ടോ, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. കുറച്ച് ടീച്ചേഴ്സ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ക്ലാസ്സിലുണ്ടാവും ഇപ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വ്ളോഗിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചെക്കൻ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ പഠിപ്പിക്കണം മെന്റേഴ്സ് ആണ്. മെന്റേഴ്സിനെ കാണിച്ചു കൊടുത്താൽ മതിയോ? അത് നമ്മളെ അക്കാഡമിക് ഹെഡ് ആണ്. മെന്റേഴ്സിൽ മെയിൻ ആളുകളൊക്കെ എക്സ്പീരിയൻസ് കൂടുതലുള്ള മെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അക്കാഡമിക് ഹെഡ് ആണ് നമ്മളെ സെൻഹ. പിന്നെ നാജി ഉണ്ട്, നേഹ ഉണ്ട്, ഹാദി ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ മേലെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളെ കസിൻസോ അന്യന്മാരോ കുറെ അമ്മമാരൊക്കെ കാണുന്നുണ്ട് ബ്ലോഗ്. അപ്പൊ ഈ മക്കളെയൊക്കെ ഇത് പ്ലസ് ടു എങ്ങനെയാ വരില്ല? പ്ലസ് ടു ഉണ്ടോ? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പാഷൻ ഉണ്ടായാൽ മതി. അല്ലാതെ ഇന്ന ക്വാളിഫിക്കേഷൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പാഷൻ ആണ് മെയിൻ. പാഷൻ ഉണ്ടായാൽ മതി, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി, പഠിക്കുന്ന ഒരു താല്പര്യം ഉണ്ടായാൽ മതി.
കുറെ ആൾക്കാർക്ക് ഉണ്ടാവും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിയേറ്റീവായ മേഖലയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ക്ലാസ് ക്ലാസ് മേലെ ഞാൻ കാണിച്ചു. ഇവരും ഇത് നമ്മളെ ഡിജിറ്റൽ ടീമാ. ഒരിങ്ങോട്ട് തിരിഞ്ഞില്ല, ഓലെ എഡിറ്റിംഗ് ഓലോട് ആരും ഒന്നാലും തിരിയുന്നു. മുതലാളി ഇവിടെ അല്ലോണ്ട് ആരും തിരിഞ്ഞില്ല, പണിയിലാണ്. അവർക്ക് എഡിറ്റിംഗ് ഉണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എല്ലാവരും പണിയിലാട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചെക്കനെ ബന്ധപ്പെട്ട് അതിന്റെ അടിയിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കോൺടാക്ട് ചെയ്യാം. മേലത്തെ ക്ലാസ് കൂടെ കാണാൻ പറ്റും. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. മനുവാണ് മെയിൻ. മേലത്തെ കുട്ടികളെ മൊത്തം മനുവിനാട്ടോ. മൈക്ക് ഞാൻ കൈമാറുന്നു, മൈക്ക് മനുവിന് കൊടുക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ഓഫീസുമായി ബന്ധപ്പെട്ട് സിബിൽ ഡീൽ ചെയ്യും, കുട്ടികളെ ഫുൾ ഡീലിംഗ് മനുവിനാണ് പറഞ്ഞത്. ഫുള്ള് ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കയറി വെക്കാം. ഞാൻ കയറിയ പേര് കുട്ടിയോടെ ചെയ്യും. മനുണ്ട് ആ മനസ്സാറ് മേലുണ്ട്. ഞങ്ങൾ മമ്പാട്ടൊക്കെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സുകളും കാര്യങ്ങളും ഉള്ളത്. നമുക്ക് ഇവിടെ ഒരു ക്ലാസ് റൂം ഇല്ല, എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് ആണ് ഉള്ളത് മുഴുവനായിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കയറണം. സാറിനെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഫുള്ള് പിന്നെ ഇത് നമ്മുടെ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിന് തന്നെ പ്രൊഡക്ഷൻ പരിപാടിയാണ്. ലൈക്ക് ഇവര് ചെറിയ ചെറിയ നിങ്ങളെ പോലത്തെ വലിയ ക്രിയേറ്റേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സ് ആവണം. അങ്ങനത്തെ ചെറിയ പ്രൊഡക്ഷൻസ് പരിപാടികളൊക്കെ ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ തന്നെ. ഇവിടെ എത്ര റൂമാണ്? 5 റൂം. നമുക്ക് 5 റൂമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ബാച്ച് വരാനുള്ളതാണ്. എല്ലായിടത്തും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അടുത്ത ഇതൊക്കെ പുതിയ ബാച്ചിന് ക്ഷണിക്കണേ. ഇനി പുതിയ ബാച്ച് വരും. നമ്മൾ വെച്ചാൽ ഒരു ബാച്ച് മന്ത്ലി വൺസ് ഒക്കെ ഒരു ബാച്ച് എടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ക്ലാസ് ഫുള്ള് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ലിമിറ്റഡ് സീറ്റുകളുള്ളൂ. ഈ സീറ്റ് അല്ല ഉണ്ടാവുള്ളൂ. നമ്മളൊരു 10-15 ആൾക്കാർ. ഒരു 10-15 ആൾക്കാർ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വേഗം DM ചെയ്തുകൊണ്ട് ഞാൻ അതിനിടയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചെക്കന്മാരനെയാണ്, എല്ലാവരും ഫുൾ സപ്പോർട്ട് കൊടുക്കുക. ഇവിടെ പഠിച്ചിറങ്ങിയ കുറെ കുട്ടികളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. പഠിച്ചിറങ്ങി നമ്മുടെ നാട്ടിൽ തന്നെ കുറെ കുട്ടികളുണ്ട് പഠിച്ചിറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച ഒരു 90% കുട്ടികളും പ്ലേസ്ഡ് ആണ്. ക്ലാസ് സാറ്റർഡേ കൂടെ ആയതുകൊണ്ട് ടീച്ചർമാർക്ക് പണിയിലുണ്ട്. ഇവിടെ മുതലാളിമാരും ഉണ്ട്. ആകെ പെട്ടിക്കണ എല്ലാവരും. ഓക്കെ ഓക്കെ. കെൻസിന്റെ കമ്പനിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. സംഭവം അടിപൊളി കേട്ടോ. ഞാൻ എന്താ വെച്ചാല് എനിക്ക് വണ്ടൂർക്ക് ഒരുപാട് കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇവിടെ വന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നല്ല വന്നില്ല. ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ മാറ്റിക്കാൻ പറ്റില്ലല്ലോ. അതിൽ പിന്നെ വാങ്ങാൻ വേണ്ടി പോവാൻ ഇറങ്ങിയതാ. പിന്നെ ഇവിടെ പിടിച്ചേച്ചു. കിട്ടിയാപ്പില്ലാണ്ട് ഓഫീസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നിന്റെ സാധനം കൊണ്ടോ? ഞാൻ ഇറങ്ങാത്ത പോയേക്കാം. കുട്ടികളെ കാണിച്ചു എല്ലാരും കാണിച്ചു കൊടുത്തു. ഒരു പാലട്ടാ ഞാൻ യശ്വക്ക് വാങ്ങിയ സാധനം കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ചാൽ ഫോട്ടോ അയച്ചെന്തിനു വാങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞേ. കളറൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തീനി. കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ യശ്വക്ക് വാങ്ങിയ ചെറിയൊരു ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് മാത്രം ഒതുക്കിയില്ല കേട്ടോ. ആദ്യത്തെ അതായത് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇല്ല എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ എല്ലാം ലോ ബഡ്ജറ്റ് ഗിഫ്റ്റാണ്. അതായത് മൊത്തം ഒരു 5000 രൂപ ഗിഫ്റ്റാണ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ പൈസേൻ്റെ ഗിഫ്റ്റാണ്, പക്ഷേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങി. ഇതാണ് സാധനം കേട്ടോ. അടിപൊളി. ഫോട്ടോ അയച്ചാൽ നീ അപ്പം തന്നെ എനിക്ക് ലൈക്കായി. എന്താ ഒരു ബ്ലാക്ക് കളർ, ഒരു അടിപൊളി ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ചെറിയൊരു വാച്ച്. വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസേൻ്റെ സാധനമാണ്. കുഴപ്പമില്ല. അതിങ്ങനെ കൈമ ഇങ്ങനെ കിടന്നോളൂ അവിടെ. അപ്പോൾ താങ്ക് യു. ഇങ്ങോട്ടും ഇങ്ങോട്ടൊരു താങ്ക് യു പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറഞ്ഞ് ഞങ്ങൾ പിരിയാം കേട്ടോ. ബാക്കി ഞാൻ അപ്പോൾ യശോക്ക് കൊടുക്കണം പരിപാടിയൊക്കെ നമ്മൾ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ. നമ്മൾ ഇന്നലെ
പിന്നെ പോയിട്ട് ബർത്ത്ഡേ ഇന്നലെ കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഷിബിൻ്റെ അടുത്ത് പോയിങ്ങാണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങി. പിന്നെ അത് വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അനുവിൻ്റെ പരിപാടി ആവാനൊക്കെയാണ് അവിടെ കോഴിക്കോട് ഇന്നലെ. അപ്പോൾ അവിടെ പിടിച്ച് വെച്ചാണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഇന്നലെ ഇവിടെ റിട്ടേൺ എത്തിയപ്പോൾ രാത്രി. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ നശ്വ അറിയാതെ വേറെ 1-2 സർപ്രൈസുകൾ ഞാൻ അതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു ബർത്ത്ഡേ ഓക്ക് ആദ്യമായിട്ട് കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഓളോട്ട് തന്നെ ചോദിച്ചു നോക്കാം. ഓള് ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഓള് വരുന്നതിൻ്റെ മുമ്പ് ഓക്ക് വേറെ കുറച്ച് അടിപൊളി ഗിഫ്റ്റുകൾ വേറൊരു ടീം നമുക്ക് തന്നിക്കണേ. അപ്പോൾ അതിനെപ്പറ്റി ഓക്കെ നമ്മൾ ഒരു സൂചനയും കൊടുത്തിട്ടില്ല. അതായത് ഇന്നലെ ഞാൻ ഷിബിൻ്റെ അടുത്ത് പോയി വാങ്ങിയ വാച്ച് മാത്രമല്ല ഗിഫ്റ്റ് ഉള്ളത്, വേറൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തന്നില്ല. ഓള് വന്നിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളും കണ്ടാൽ മതി. പിന്നെ ഓക്കെ നമ്മൾ ആ ഗിഫ്റ്റ് പെട്ടെന്ന് കൊടുക്കണമില്ല. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, ബർത്ത്ഡേ ഇന്നലെ ഇനി. അപ്പം ഇന്നിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടിരിപ്പിച്ചിട്ടുണ്ടോ. അപ്പം സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കണേ, ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നോക്കിയാണ്ടൊക്കെ എഴുതി ആണ്ടൊക്കെ പിന്നെ വെക്കണുണ്ട് ഇതിനൊരു പേപ്പറിൽ. ഷൈക്കില്ല ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വിപ്പിംഗ് ക്രീം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നോട് രാവിലെ വിട്ടുകൊണ്ട് വാങ്ങിക്കൊണ്ടിരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് കേക്ക് ഉണ്ടാക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ സർപ്രൈസ് ഒക്കെ കാണിച്ചു കൊടുക്കുക. അപ്പം ഞാൻ എപ്പോഴാണ് കാണിച്ചു കൊടുക്കുകയെന്ന് പറയുന്നില്ല, ഒരു ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ സർപ്രൈസ് കണ്ടു നോക്കിട്ടോ. അപ്പോൾ അതായത് ഓളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ അതായത് ഒരു ടീം തന്ന കേട്ടോ. ഈ സർപ്രൈസ് ഒക്കെ ഒരു ടീം തന്നാണ്. മറ്റേത് പിന്നെ നിങ്ങളെല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ടാവും എന്താണുള്ളത്, അതും ഒക്കെ അറിയില്ല. അപ്പോൾ രണ്ടും നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ഗ്യാപ്പ് അനുസരിച്ച് രണ്ടും നമ്മൾ എന്ത് ചെയ്യും ഒക്കെ കൊടുക്കാൻ പോകട്ടോ. അപ്പോൾ ബാക്കി കാണിച്ചു തരാം, അവൾ വരട്ടെ. നമ്മളിതാ നശ്വ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വൈകിയാണ് എത്തിയത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി തരാറുണ്ട് എന്നോട്. അപ്പോൾ കുറേ എന്നെ കാത്തു നീ ഇന്നലെ. അതായത് ഞാൻ രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോൾ ഞാൻ രാവിലെ പോയ ഉച്ചയാകുമ്പോൾ ഞാൻ പറഞ്ഞു 3 മണി മുതൽ ഞാൻ റിട്ടേൺ എടുത്തു. രാവിലെ 8 മണിക്ക് പോയിക്കണേ. റിട്ടേൺ 3 മണിന്ന് പറയണ കേട്ടാൽ നമ്മളൊരു നമ്പറുകളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാതൊക്കെ പറഞ്ഞിട്ട് പോയതിന്. അപ്പോൾ ഇന്നലെ നടന്നില്ല. ഇന്നലെ എത്തിയപ്പോൾ രാത്രി 12 മണിക്ക്. അപ്പോൾ കേക്ക് ഉണ്ടാക്കൽ നമ്മൾ എന്ത് ചെയ്യണേ, ഇന്ന് ഉണ്ടാക്കണേ. കേക്കല്ല, ഉഡായിപ്പ് കേക്ക്. ഓക്കെ, ആദ്യമായിട്ടാണോ അതോ ഫസ്റ്റ് ടൈമാണ്? അപ്പം എന്നെ കൊണ്ട് ഇതാ ഒക്കെ ഫസ്റ്റ് ടൈം. അപ്പം എന്നെ കൊണ്ട് ഇതാ ബ്രെഡൊക്കെ കൊണ്ടിരിപ്പിച്ചിരിക്കണേ, നല്ല അടിപൊളി. ഇത് നമ്മളെ ഇവിടെ നാട്ടിലൊരു ഷോപ്പത്തെ ബ്രെഡ് കേട്ടോ. അതായത് നല്ല മധുരമാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ കേക്ക് ഞാൻ തിന്നല് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കും, കാരണം ഇത് ഉണ്ടാക്കുന്ന സാധനമല്ലേ. തരൂല, അതും തരില്ല. പിന്നെ ഇതാ അതിലെ ക്രീം എന്തൊക്കെയാ, പിന്നെ ഇതാ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടിരിപ്പിച്ചിരിക്കണേ. ഇതെന്താ ചെയ്യാ, പൊടിക്ക് എനിക്ക് തിന്നാന് ഡാർക്ക് ചോക്ലേറ്റോ പച്ചക്കുന്ന്. പിന്നെ ഇപ്പം അതിനെ പറ്റി ഇതിനെ കൊണ്ടുപിടിപ്പിച്ച്. അപ്പോൾ കേക്ക് ഇത് ആവശ്യമില്ലേ, ഞാൻ അത് ഇതേമാതിരി ആവശ്യമുണ്ടോ? എന്നാ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്, എങ്ങനത്തെ കേക്കാ ഉദ്ദേശിക്കണേ. ആവശ്യമുണ്ട്, പക്ഷേ വേറെ കാര്യം പറഞ്ഞിട്ടോ, ഇതിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കുറേ താത്താറുണ്ട്. എന്താ പറഞ്ഞത്, ഞാൻ അതേ എന്താ പറഞ്ഞ ഉഡായിപ്പ് കേക്കാണ്. പിന്നെ ഒരു കാര്യം എവിടെയോ കൊടുക്കണം, പക്ഷെ എവിടെ നിങ്ങൾക്ക് അറിയൂല, എവിടെ പ്ലേസ് ചെയ്യേണ്ട അറിയില്ല. കുഴപ്പമില്ല, എന്തായാലും ഒക്കെ പാടെ മിക്സ് ചെയ്തേണ്ട വെക്കലല്ലേ. ഞാനും ഹെൽപ്പ് ചെയ്തേരേ. ബാ, നിങ്ങള് 1 മീറ്റർ അപ്പുറത്ത് നിൽക്കി, ഈ ഭാഗത്തേക്ക് വരരുത്. ആദ്യം എന്ത് ചെയ്യണ്ടത്, ആദ്യം നമുക്ക് ഇന്നെങ്കിലും ഇന്നൊന്ന് കൂട്ടത്തില്ല. നമുക്ക് പാല് തിളപ്പിക്കാം. അല്ലപ്പോ ഒരു കുക്കിങ്ങിലും ഇന്ന കൂട്ടലില്ല. ഇതിലെങ്കിലും കേക്കല്ലേ നിങ്ങൾ തൊട്ടാ കൊളാം. എന്നിട്ട് ഇപ്പൊ ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ എങ്ങനെ വൻ വിജയല്ലോ. വേറെ പോകേണ്ടി അറിയോ സുഹൃത്തുക്കളെ, ഇന്ന് ഈ കേക്ക് ടേസ്റ്റ് ചെയ്യാന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും ചിലപ്പോ ഇന്ന് രാത്രി. അപ്പോ ഗസ്റ്റ് ആരാ പറയില്ല. അപ്പൊ എന്താ വെച്ചാല് ജെന്യുവിൻ റിവ്യൂകൾ ഇത് കേൾക്കേണ്ടി വരും. കാര്യം പറയാം, ഉള്ളതിലുള്ള മാതിരി പറയുന്ന ഗസ്റ്റുകളാണ്. നമുക്ക് പീടേന്ന് വാങ്ങിക്കൊണ്ടുവരാം. എന്ത് കേക്കോ, അത് വേണ്ട. ആ പാല് കിട്ടി. ആ കേക്ക് റെഡി ആയിക്കോളിട്ടമ്മ. ഓ അത് വാങ്ങിക്കോ. മിക്കവാറും പീടി പോയി നല്ല കേക്ക് വാങ്ങിക്കൊണ്ടിട്ട് വരും. ഉണ്ടാക്കും, സട്ടകം പഴിപ്പിച്ച് വെക്കൂട്ടോ. ആ ഇമ്മ പാല് ഇത് കാഞ്ഞു കഴിഞ്ഞാ പിന്നെ ഓഫാക്കണ്ടേ? അതുപോലും അറിയില്ല. ആ എനിക്ക് ആകെ ഈ പെരയില് സപ്പോർട്ടുള്ളത് ഉമ്മിപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണ ആരാണ്?
ഇത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തളർത്തില്ല. തളർത്തല്ല, അതായത് ഇത് തളരാക്കാനാണ്, ജീവിതത്തിൽ ഒരു വീണ് പോകാനാണ് ഇങ്ങനെ ഇതാക്കണേ. അതായത് ഒരാൾ പറഞ്ഞ ട്രോളിയാലോ അല്ലെങ്കിൽ തളർത്താൻ നോക്കിയാൽ ഇത് തളരരുത്, അതിന് ട്രെയിനിങ് തരികയാണ്. ഒരു സ്റ്റീലിന്റെ പാത്രം പാലൊഴിച്ചേക്കാൻ പാട്ടെടുത്താൽ മതിയല്ലോ. നിങ്ങളെന്താ പറഞ്ഞത്? ഓളെ കൊണ്ടല്ലേ ഇരി, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരി. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് വരി, അപ്പൊ എന്ത് തീരുമാനമാവും. ഇത് പെട്ടെന്നാവില്ലടി ഡിക്കിയില് അതേമാതിരിക്ക് കാറ് തുറക്കാൻ പറഞ്ഞപ്പോ ഡിക്കിയില് അതിൽ പോയിക്കോ, മുന്നിൽ കൂടെ പോയിക്കോ. എന്താ അതിൽ പോയിക്കോ. എനിക്ക് കാശിനോട് ബലമായ സംശയം. ഇതിങ്ങനെ ഇളക്കി കൊടുത്താ പോരെ? ഇളക്കി കൊടുത്താ പോരെ? അത് തുറന്നോ? ഒന്നും കാട്ടണ്ട, അത് തൊടാന്നാ മതി. ആ തുറക്കണോട് തന്നെ ഉണ്ടാവും കേട്ടോ. ചെരുപ്പില്ല. കാറിന്റെ അവിടെയാണ്, കാറിന്റെ അവിടെയാണ്. നിങ്ങൾ പോയോ? എന്തടി? കാറിന്റെ അവിടെയാണ്. ഡിക്കിയില് ഡിക്കിയില്. ഡിക്കി ഇങ്ങനെ തന്നെ അല്ല തുറക്കുക? ഞാനിപ്പോ ഡിക്കി തുറക്കാം. ഡിക്കി തുറന്നില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഇന്നലെ പിന്നെ നെശ്വക്ക് കൊടുക്കാൻ പറഞ്ഞാണ്ട് ഒരു ടീം തന്നതാണ്. ക്രാഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞ പുതിയൊരു ഷോപ്പ് ഒരു ഓപ്പൺ ആക്കിയിരിക്കണം ഇവിടെ നമ്മൾ തൃശ്ശൂർ റോട്ടുമല്ലേ ചങ്ങരംകുളമാണ് സ്ഥലം തോന്നുന്നുണ്ട്. അപ്പോൾ ഓല് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഗിഫ്റ്റും പരിപാടിയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓലെ കോൺടാക്ട് ചെയ്യട്ടോ. ഓലോട് ഞാൻ പറഞ്ഞു ഓല് റിസ്ക് എടുത്ത് ഇത് ഇന്നലെ ഓല് എനിക്ക് കൊണ്ടോട്ടിക്ക് കൊണ്ടുവന്ന് നിൽക്കണേ, ഇത് നട്ടപ്പാതിരിക്ക് അവിടുന്ന്. അപ്പോൾ ഞാനോട് പറഞ്ഞു നിങ്ങൾ റിസ്ക് എടുത്ത് ഇനി വരുമൊന്നും വേണ്ട, പിന്നെ ഇതൊക്കെ മതി. പക്ഷെ ഓല് എൻ്റെ ബർത്ത്ഡേൻ്റെ മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ സാധനം സെറ്റാക്കി തരും കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഓല് ഇടങ്ങാറായി ആ ചക്കന്മാർ വന്ന് തന്നു പോയിട്ടുണ്ട്. ഇത് പിടിച്ചുകൊണ്ട് എന്നാ ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോൾ എന്തൊക്കെ ഇരിക്കണേ. പിന്നെ ഇത് എനിക്ക് എന്നാണ് പറഞ്ഞത്, ഈ ഗിഫ്റ്റ് എനിക്കില്ലാണ്. സ്മെല്ല് നോക്കട്ടെ, നല്ല മൈൽഡ് അടിപൊളി സ്മെല്ലേ. എന്നാൽ അതിൽ തന്നെ വെച്ചാൽ അതേപോലെ വെക്ക്. എനിക്കൊരു വീഡിയോ എടുക്കണം. ഞാൻ കൊടുക്കൂലേ? അതേമാതിരി കെട്ടാൻ കഴിയുമോ? ലെറ്റർ ഉണ്ടോ? My beautiful wife, happy birthday. Thank you. ബ്യൂട്ടിഫുൾ വൈഫോ? ആ ബ്യൂട്ടിഫുൾ വൈഫ് അല്ല, അങ്ങനെയല്ല, ഞാനങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ, ഓല് സ്വയം വെച്ചേക്കാരം. എന്താണ് ഇതിനുള്ളിൽ വെച്ചുള്ളതല്ലേ ഈ ഗ്യാപ്പ് വെക്ക്. എന്നിട്ട് ഓരോന്നും എടുക്കേ, ഓല് ഇടങ്ങാറായി പാവങ്ങള് എനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നാണത്. നമ്മളെ ഈജിപ്ത് പോയ അല്ല ഈജിപ്തിൽ തായ്ലൻഡ് പോയ എല്ലാ ഫോട്ടോസും ഉണ്ട്. അല്ല തായ്ലൻഡ് പോയത് മാത്രമല്ല, അതെല്ലാം ഉണ്ട്, പിന്നെ അല്ലാത്തൊക്കെ ഉണ്ട്. അടി കൂടെ അടിപൊളി ഫോട്ടോ ഫ്രെയിം കേട്ടോ, സൂപ്പർ. താങ്ക് യു ഗൈസ്, നല്ല ഇഷ്ടപ്പെട്ടു സെറ്റ് ഫോട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് കോർണർ കേട്ടോ, ഓലെ കോൺടാക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ അതിൽ കൊടുക്കണ്ട്. അപ്പം നിങ്ങൾ ആവശ്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലെ കോൺടാക്ട് ചെയ്ത് കേട്ടോ. ഒരു കൊറിയറൊക്കെ അയച്ചു തരും നിങ്ങൾക്ക്. ഇത് പിടിക്കുക, വേറെ എന്തൊക്കെയുണ്ട് ഞാൻ എടുത്തോട്ടെ. ആ ഓലൊരു മിഠായി വെച്ച് നിൽക്കണം എനിക്ക്. ഇതെങ്ങനെ വെച്ചിക്കണ്? ഇതെന്താ മാലകളോ? ആ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. എന്നാ ഇത് മാലയല്ല, ഇത് മറ്റേ കൈമ ചുറ്റ് കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ കൈമ ചുറ്റുന്ന ഒരു സാധനം ഉണ്ട്. ഇത് മാല, പിന്നെ മിഠായി ഉണ്ട് ഇതില്. പിന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, വേറെ 2 മിഠായി ഉണ്ട്. ഇതാ വേറെ മിഠായി ഉണ്ട്, പിന്നെ ഗാലക്സി ഉണ്ട് മിഠായി ആയിട്ട്. ഇതെന്താണ്? അപ്പൊ ഇതൊക്കെ നെശ്വക്ക് ഒരു ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. എന്താ പറയല്ലേ, ഗിഫ്റ്റ് തന്ന ആൾക്കാരോട് എന്താ പറയല്ലേ?
എനിക്ക് മൈക്കുണ്ട് പറഞ്ഞു. ഭയങ്കര സന്തോഷം, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. താങ്ക്സ്. ഈ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ആയി പോയി അല്ലേ? അൺഎക്സ്പെക്ടഡ് ആൻഡ് ഹാപ്പി. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും ബർത്ത്ഡേ നെശ്വ കൊണ്ടുപോയില്ലെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയട്ടോ. ഇത് അനുവിന് കൊടുക്കാനാണ്. അത് വേറെ തന്നെ നോട്ടെ, ഓ വൈകുന്നേരം വരും. അപ്പം ചിക്കൻ പിക്കിൾ ഉണ്ട്, ലെമൺ പിക്കിള്, ബീട്രൂട്ട്, പിന്നെ മീനുണ്ട്, ബീഫ് ഉണ്ട്, ടൂണ മീനിൻ്റെ ഉണ്ട്. ആ അതന്നെ, ഇത്രയും അച്ചാറുകൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെച്ചിക്കിലാണ്, ഇത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എങ്ങനെയുണ്ട്, എന്താ പറയല്ലേ, നമുക്ക് ഈ ഗിഫ്റ്റുകൾ തന്ന ഹാപ്പി. ഇതാണ് ഗിഫ്റ്റ് എന്ന സാധനങ്ങൾ കേട്ടോ. അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ ഇതെങ്ങനെയൊക്കെ പാക്ക് ചെയ്താണ് തന്നിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ചെക്കന്മാരെ കോൺടാക്ട് ചെയ്യട്ടോ. ഞാൻ ഒരേ കോൺടാക്റ്റോ നമ്പർ എന്തെങ്കിലും അതിൽ കൊടുക്കണം. കേക്ക് ഇവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ്. അത് തിന്നാന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഗസ്റ്റുകൾ ഉണ്ടാവും, ഗസ്റ്റുകൾ. ചെറുതാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയാൽ മതി എല്ലാവർക്കും. അങ്ങനെയല്ല, ഇങ്ങനത്തെ ബ്രെഡ് പറ്റൂല. അപ്പൊ നിങ്ങളെന്താ ഇങ്ങനത്തെ ബ്രെഡ് അല്ല, ഇങ്ങനെ ചതുരത്തിലുള്ള ബ്രെഡാണ് വേണ്ടത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യൂലേ സുഹൃത്തുക്കൾ? ഇത്രയും കാലം അവിടെ കുക്കിംഗ് വ്ളോഗുകൾ എടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഒടിപ്പിച്ചങ്ങൾ കണ്ടിക്കണോ? ഇല്ല. പക്ഷെ ഇന്ന് ഇത് അപ്പം തന്നെ പറഞ്ഞ ഓൺ ദ സ്പോട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ അടിപൊളി പറഞ്ഞു. ഇപ്പോഴാണ് എന്തിനാണ് ഇടക്കാരൻ ചെയ്തത്, കൈ എടുത്തോണ്ട് വെറുതെ അല്ല കേട്ടോ. ഗിഫ്റ്റ് സ്പ്രേയും ഒക്കെ ഉണ്ട്. ഗിഫ്റ്റ് രസമുണ്ടമ്മ, സ്പ്രേയും ഉണ്ട്. ഗിഫ്റ്റ് രസമുണ്ടോ? അത് തൃശ്ശൂർ ഭാഗത്തുള്ള എന്താ പറയുക സ്ഥലത്തിന് പറയാം, ക്രാഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് വന്നാണ്. നെക്സ്റ്റ് ഇവിടെ വരൂ. പ്രതീക്ഷിച്ച പോലെ തന്നെ എന്നത് നമ്മളെ കുക്കിങ്ങിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇതിലും വന്നില്ല. കേക്ക് ഇതവിടെ 3 ലെയറായി അടിപൊളിയായിട്ട്. ഈ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് 3 ലെയറാക്കി. പക്ഷേ ചെറിയൊരു പ്രശ്നം സംഭവിച്ച്. എന്താണ് അതായത് വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞ ഈ സാധനം, ഇത് അതിൻ്റെ ഉള്ളത്തെ ക്രീമാണ്. അതായത് സെൻറ്റർ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ, സെൻറ്റർ കൂടെ ഒക്കെ ഒഴിച്ചെടുക്കുന്ന ഒരു ക്രീം അതിനിത് നിൽക്ക്. അപ്പോൾ ഇത് ഒരു ലെയറിൽ ഒഴിച്ചു കൊടുക്കാതെ നെശോ വിജയകരമായി 3 ലെയർ. കമോൺ അല്ല, എനിക്കത് പുതുമയുള്ള കാര്യമില്ലല്ലോ. ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ആദ്യമായിട്ടാവണല്ലോ ഇങ്ങനെയൊക്കെ കാട്ടേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി ഇങ്ങനെ ആവുന്ന ആൾക്കാർക്ക് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്, ഇനിയിപ്പം ഈ ലെയറൊക്കെ ഒരു ലെയർ കൂടി ചാടി എവിടുന്ന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ഓരോ ലെയറും വീണ്ടും റീപാക്ക് ചെയ്യാൻ പോവാണ്. അതായത് എടുത്ത് വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഇനി പിന്നെ ഇത് വീണ്ടും അടുക്കി പൊറുക്കി 3 ലെയർ ആക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഒരു പ്ലേറ്റ് എടുക്കൂ. വിപ്പിംഗ് ക്രീം ചെയ്യാം. വിപ്പിംഗ് ക്രീം അടിച്ച് പരത്താനുള്ള ഈ ബീറ്റിംഗ് മെഷീനൊക്കെ അവിടെ ഉണ്ട്. ഇത് മുന്നിൽ കണ്ടിട്ട് വരാൻ എനിക്ക് ഓർമ്മ കിട്ടിയില്ലല്ലോ. ലെയറൊക്കെ എടുത്ത് മാറ്റി വിപ്പിംഗ് ക്രീം തേച്ചുകൊണ്ട് കേട്ടോ. ആ ഘട്ടത്തിൽ ചെയ്യേണ്ടതൊക്കെ അവിടെ ചെയ്യാതെ പിന്നീടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളെ കുക്കിങ്ങിൻ്റെ പ്രത്യേകത കേട്ടോ. വിപ്പിംഗ് ക്രീം ഇതാ നിശ്വ തേച്ചുകൊണ്ടിരിക്കണു. സെറ്റായോ? ഞാൻ തെറ്റി. എന്നോടൊന്നും തെറ്റിന്. ഞാൻ എന്താ കാട്ടിയത്? ഇത് കുടിച്ചാ ഞാൻ ഇപ്പം തന്നെ കാട്ടിയത്. വിപ്പിംഗ് ക്രീം മറന്ന് ഞാനാ കൊണ്ട റെഡി ചെയ്ത് തരാം. തൊട്ടു നിങ്ങളെ കണ്ടിട്ടാണ് കേക്ക് ഇങ്ങനെ ആയത്. അടുത്തു കൂടെ പോയില്ല. നിങ്ങളല്ലേ ചോക്ലേറ്റ് ആക്കിയത്, പിന്നെ കേട്ടരാതൊക്കെ നിങ്ങളല്ലേ ചോക്ലേറ്റ് ആക്കിയത്. ഇപ്പൊ കണ്ട് നിനക്ക പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ വെച്ചോന്നും കുഴപ്പമില്ല, ഒറ്റ കേട്ട ഇരിക്ക പ്രശ്നമല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കേക്ക് ഇതാ അവസാന ഘട്ടത്തിലേക്ക്. എത്ര ലെയർ ആയി? 1 2 3 4 5 ലെയർ ഉണ്ട്. അപ്പോൾ ഇതാ അവസാനമായിട്ട് കേക്കിൻ്റെ ബോറുകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമില്ലോണ്ട് ഒരു തുണയായി. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ ബോറൊക്കെ നമ്മൾ മറക്കാൻ പോകാം കേട്ടോ. ഫുള്ള് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം. ഞാൻ കേൾക്കണോ? ഇത് കണ്ടോണ്ട് അവരെന്നെ വിലയിരുത്തരുത് കേക്ക് ഉണ്ടാക്കാനെന്ന് പറയും. അല്ല, എനിക്ക് ഒറിജിനലായിട്ട് വീട്ടിൽ കേക്ക് ഉണ്ടാക്കണ കുറേ ആളുകളുണ്ടെങ്കിൽ എനിക്കറിയാം. അപ്പം അങ്ങനെ ഉണ്ടാക്കണ താത്താരൊക്കെ ഇതിലുള്ള പാകപ്പേവുകൾ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് എഴുതി താഴ്ത്തി വിടിട്ടോ. കമന്റ് ബോക്സ് ഫുള്ള് പാകപ്പേവ് തന്നെ കാരണം ഒന്ന് എഴുതി താഴ്ത്തി വിടണം കേട്ടോ. അപ്പോൾ ശരി, ഇത് ആ ഒരു ലുക്കിലേക്ക് വരുന്നുണ്ട് കുറേയൊക്കെ. ഏകദേശം കടയിൽ നിന്ന് വാങ്ങണേ അതേ ലുക്കിലേക്ക് വിപ്പിംഗ് ക്രീം ഇല്ലോണ്ട് എന്താവുണ്ട് ആയി വരുന്നുണ്ട്. ആ കേക്ക് ഇതാ കാണിച്ചു നോക്കെ.
കേക്ക് ഇതാ റെഡി ആക്കണേ. കേക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, തിന്നാൻ എങ്ങനെയുണ്ടെന്നില്ല ഞങ്ങൾ തിന്ന് നോക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവരും എന്ത് ചെയ്യുക, കാണാൻ എങ്ങനെയുണ്ടെന്നില്ല അഭിപ്രായം പറയാം. അപ്പം മുന്നേ കൊണ്ടേ കാണിച്ചു കൊടുക്കാൻ പോകാം. നടക്കേ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത സർപ്രൈസ് ഇപ്പോൾ കൊടുക്കട്ടോ. ഉമ്മാണ് കൊടുക്കുക. അടുത്ത സർപ്രൈസ് ഇപ്പോൾ കൊടുക്കും. എങ്ങനെയുണ്ട്? ചുമ്മാൻ്റെ ഒച്ചനെ കേട്ടോ. ഒന്നുമില്ല. കേക്ക് എങ്ങനെയുണ്ട്? സെറ്റ് ഇജ് അങ്ങോട്ടിരുന്നാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വെയിലത്ത് കാണിച്ചു തരാം. ഇതാണ് നെശ്വ ഉണ്ടാക്കിയ കേക്ക്. ഈ സൈഡ് കാട്ടി കൊടുക്കും, മുന്നില് മുന്നിലിതാ. എങ്ങനെയുണ്ടെന്ന് കേക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയട്ടോ. തിന്നാൻ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ തിന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്. കാണാൻ രസമല്ലമ്മ? തിന്നാൻ നമുക്ക് ഗസ്റ്റ് വരാണ്ട്. ഏകദേശം ഒരു 30 കിലോന്റെ കേക്ക്, 1.5 കിലോ, 1 കിലോ ഉണ്ടല്ലേ? ഇതേമാതിരി കേക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് ഗസ്റ്റിന് കൊടുക്കാൻ. അപ്പൊ ഇതാണ് കേക്ക്. ആ വെയിലത്തൊക്കെ ഉണ്ടാ ക്രീം ഒഴിച്ചു ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കാൽ, ഫ്രീസറിൽ. വൃത്തിയിൽ വെച്ച് പോരും. കേക്ക് കണ്ടില്ല അപ്പൊ ഇതാണോ കേക്ക്? ഓവർ കാണിച്ചു കൊടുക്കണ്ട. എന്തുണ്ടായത്? മൂന്നിൻ്റെ അടുത്ത് മെല്ലെ കൊണ്ടുവന്ന് എടുത്ത് കേട്ടോ. ഞങ്ങൾ തട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ചേക്ക് എടുത്ത് കൊടുത്താൽ പറഞ്ഞിട്ട് അതിൽ കറക്റ്റ് ഓളല്ലപ്പോ പാജിന്റെ പെട്ടി അടിച്ച് ഓളെന്തോ വച്ചിട്ട് കറക്റ്റ് സമയത്ത് അടിച്ച് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കേ. അപ്പൊ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ബർത്ത്ഡേ ആയിട്ട് സമ്മാനാണ്. തുറന്നോക്ക്. തുറക്കുക, വലിച്ചു മേലെ നോക്കിക്കോ. എനിക്ക് കാണില്ലാത്തപ്പോ തോന്നി പറ്റിച്ചേ. അപ്പൊ അതാണ് എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഉമ്മ തന്നിരിക്കുന്നത്. ഉണ്ടായതിനൊക്കെ മാറ്റി നിങ്ങളെന്നെ എടുത്തോളി, നിങ്ങളെന്നെ എടുത്തോളി. പിറന്നാളായിട്ട് ഞാൻ അടുത്ത സമ്മാനം. ഇങ്ങനെ ഒരു പിറന്നാൾ വേറെ ആർക്കെങ്കിലും ഈ പെരയിൽ ഉണ്ടായിക്കണേ എനിക്ക് തോന്നുന്നില്ല. ഈ പെരയിലാട്ടോ പറഞ്ഞേ. അതിന്റെ ഇത് എടുത്തു കൊടുക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ടോ? ഈ സംഭവം എടുത്തുകൊണ്ട് നിൽക്കിയാലേ ഓടൽ തുടങ്ങുള്ളൂ. എങ്ങനെയുണ്ട്? ഇതൊക്കെ വാങ്ങി എങ്ങനെയുണ്ട് വാച്ചി? അപ്പൊ സുഹൃത്തുക്കളെ, നെശ്വ എപ്പോഴും ഇതിനാണ് ഞാൻ ഇന്നലെ എന്തിന് പോയത്, ഷിബിലിന്റെ അടുത്ത് പോയത്. ഇന്നലെ രാവിലെ കോഴിക്കോട് പോയില്ലേ, ഞാൻ ഷിബിലിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കഴിഞ്ഞത്. ഓനക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നേണ്ട. പക്ഷെ ഓൻ വണ്ടൂർക്ക് വരുമ്പോൾ കൊണ്ടുവരാറിനെ ഇനി. പക്ഷെ ഓന് വരാൻ പറ്റിയില്ല ഓഫീസിൽ നിന്ന്. അതിനാണ് ഇന്നലെ രാവിലെ ഞാൻ കോഴിക്കോട് പോയത് എന്നോട്. അവിടെ ചെന്നപ്പോൾ ഓന് പുതിയ ഓഫീസൊക്കെ തുറന്നിക്കണേ. അപ്പൊ പിന്നെ അതിന്റെ വീഡിയോസൊക്കെ ബ്ലോഗിൽ കാണിച്ചു കൊടുത്തിക്കണേ. ഷിബിയിൽ പുതിയ ഓഫീസ്, ഇംഗ്ലീഷ് കഫ അല്ലാതെ വേറെ കെൻമി പറഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇതിന്റെ ഒരു ഇതൊക്കെ തുടങ്ങിക്കണേ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കുറച്ചെടുത്ത് ഓന്റെ ഓഫീസിൽ പോയി. അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിക്കണേ. എങ്ങനെയുണ്ട് മാച്ച്? അല്ലേ സമയം? ഇനിയിപ്പോൾ എന്താ വേണ്ട ഇതിൽ കൂടുതൽ ഒരു ബർത്ത്ഡേക്ക് അല്ലേ? ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച്. ആ പെട്ടി എനിക്ക് തന്നോ? പെട്ടി എന്തിനാ? അത് കെട്ടാറല്ലേ, എടുത്തേക്കാനാണോ? ആ പാകാക്കാൻ പണിയൊന്നുമില്ല. അത് എവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ചെയ്യാം. ശരി, കയറിട്ട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നെശ്വക്ക് വാങ്ങിക്കൊടുത്ത ഫാസ്റ്റ് ട്രാക്കിന്റെ ചെറിയൊരു വാച്ച് കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് ഒന്നും മുന്നൊന്നും കൊടുക്കണമെന്നില്ലേ? കേക്ക് കൊടുക്കണത് ആ കേക്ക് നിങ്ങളോട് നമ്മളെല്ലാവരും ആശുപത്രിയിലാവും. ഷുഗറൊക്കെ അടിച്ച് കയറി എല്ലാരും. ഞാൻ തൊടൂല ടൈമേ. ഞാൻ നോക്കിയ തന്നെ.
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സമ്മാനങ്ങളുടെ പെരുമയ, അതായത് ഇത്രയധികം സമ്മാന പെരുമകൾ ലഭിച്ചൊരു ബർത്ത്ഡേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണോ? ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് എന്താ പറയുള്ളത്? ഞാൻ സമ്മാനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നശ്വ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ആണ് നശ്വക്ക് തന്നത്. അപ്പോൾ തന്ന സമ്മാനങ്ങളൊക്കെ നശ്വക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഋതുവിന്റെ ബർത്ത്ഡേ ഉണ്ട് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിലത്തെ ഗാന്ധിജിനെ കാണിച്ചു തരാം. ഋതുണ്ട് നമ്മളെ വീട്ടിലത്തെ ഗാന്ധി. ഡോക്ടറിന്റെ ഒരു ഗാന്ധി കൂടി പിറന്നു ആശുപത്രിന്നോ? ഒക്ടോബർ 2 ജനിച്ച ആളാട്ടത്. അപ്പോ ബ്ലോഗാണല്ലോ. അപ്പൊ ഇമ്മുന്റെ കുട്ടികളോട് എല്ലാവരോടും നമ്മളെ താങ്ക്സ് പറയാണ്. നമ്മളെ വ്ളോഗൊക്കെ ഇരുന്ന് കാണുന്നതിന്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇന്ന് കൂട്ടുകാരുടെ പോയിനോ? ഇമ്മുന്റെ കൂട്ടുകാരത്തിന്റെ കുടിരിക്കലിരുന്നു. അപ്പൊ അതിനൊക്കെ പോയപ്പോൾ ഇന്നും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞത് ഉമ്മുന്റെ കൂട്ടുകാരത്തികൾ ആ കുട്ടികൾക്കോ എല്ലാവരോടും നമ്മളെ താങ്ക്സ് അറിയിക്കണം. നമ്മൾ വ്ളോഗൊക്കെ ഇരുന്ന് കാണുന്നതിന്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്, അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും നമ്മളെ വ്ളോഗൊക്കെ ഇരുന്ന് കാണുന്നതിനും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും, അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനൊക്കെ നമ്മളെ താങ്ക്സ് പറയണം. കേക്കിന്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും, എല്ലാവരും അഭിപ്രായം പറയണം. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് പറയണം കേട്ടോ. ഗസ്റ്റുകൾ നശ്വന്റെ കേക്ക് തിന്നാൻ വേണ്ടിയാണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടിയാണ്ടതാ പൂച്ചെണ്ടും ഹാരാർപ്പണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഗസ്റ്റിനെ സ്വീകരിക്കണം. നശ്വ സ്വീകരിക്കണം ഗസ്റ്റിനെ? സ്വീകരിക്കണില്ല. ഓലെ ഇവിടെ ഗസ്റ്റുകൾ മുങ്ങിയോ? അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി കേട്ടോ. ഇങ്ങോട്ട് കയറ്റിട്ടോ, ഇങ്ങോട്ട് കയറ്റി അവിടെ അങ്ങോട്ട് പറ്റുമോ? അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഗസ്റ്റ് നമ്മളെ വീട്ടിലെത്തിക്കണേ. ഹായ് ഞാനടിച്ചാ ഋതുക്കെ വലുതായി. വരിടാ ജിമ്മേ വരി മിക്കേ കമോൺ. ഗസ്റ്റിന് ഇതുണ്ട്, എല്ലാവരും വേണം ആകുന്നുള്ളൂ. വിത്ത് ലാവ്. ഹാപ്പി ബർത്ത്ഡേ. വരി ജിമ്മി ഇജ്ജ് ചതിച്ചില്ല മൊത്തേ. ഇജ്ജ് വന്നു വാ ബൊക്ക ഓക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ടീം വന്നിരി. അതിന്റെ ഒപ്പം വിട്ടാണ്. വാ അങ്ങോട്ട് ഈച്ച് പരിപാടിയൊക്കെയാ. കമോൺ ഇരിക്കോ. എവിടെ നമ്മളെ ഫോട്ടോ ഉണ്ടല്ലോ? അല്ലേ നമ്മളെ ഫോട്ടോ നമ്മളെ റൂമിലാണ്. എടി ആ ഫോട്ടോ എന്താ കാട്ടി? അല്ലല്ല അല്ലടാ നമ്മളെ ഫോട്ടോ അവിടെ ഉണ്ട്. ഓളാണെന്നൊക്കെ അടുക്കി പറക്കുന്നേ. അല്ല ഓളടുക്കി പറക്കി എടുത്തേക്കണൊക്കെ. നമുക്ക് നേരെ ഫുഡ് കഴിച്ചാലോ? നല്ലൊരു തീരുമാനം റഫിയെ. അല്ല ജോസിനെ ഒരു നേരത്തെ അതെ ജിമ്മി പറഞ്ഞോ നല്ല വിശപ്പുണ്ടായി. നന്നായി വരുന്നോ? നേരത്തെ കഴിക്കും. ഇരിക്കി എടാ ഓല് പോയില്ലേ? മിർഷാക്കിയും അല്ല ഷെഫീഖയും ഷാനും. ഇരിക്കി മിക്കി സാർ അന്റെ ഫോണൊക്കെ എത്ര കാലം വിളിച്ചേ? സെന്റർ ഇന്നലെ ഞാനും അഫി നടു പോയി കുത്തുന്നു ഷെഫീഖാനെ വിട്ടുന്നു. കാരണം എല്ലായിടത്തും കയ്യെത്തും. അവിടെ പിന്നെ മോങ്ങത്ത് ഒരു വന്നിനോ അല്ലേ? ഇരിക്കെ ഞാൻ ഇരിക്കാം. അവരെല്ലാരും കഴിച്ചിട്ടുണ്ടാവും. ഓലൊന്നും ഇപ്പൊ കിട്ടാതെ ഷാനുണ്ടായി ഞാൻ പോയതാണ്.
എന്താ ആ എത്തി നേരെ ഞങ്ങളപ്പം ഉണ്ടല്ലേ ഇതില് ഓളെ ബർത്ത്ഡേക്കാണ് ഇതിൽ ഇജ്ജുണ്ടാക്കിയല്ലേ എഴുതോ എന്താ മാറ്റം എന്താ മന്തിന്റെ കുറച്ച് പരത്തിയതാവും. അത് ശരിയാട്ടോ എന്തൊക്കെയൊരു മാറ്റമുണ്ട് എനിക്കെന്താ വേണ്ടി മുത്തിച്ച് തന്നൂടാത്ത അപ്പൊ കഴിക്കട്ടെ മുത്തേ ജോസിനെ നേരത്തെ എടാ ഓര് പോയില്ലേ പക്ഷെ എന്താണ് ഷെഫീക്ക ഓക്കെ പറഞ്ഞേ ഷാനു തിരിപ്പിച്ചാളോ കണ്ടിട്ട് ആകെ ബേജാറ് പത്തപ്പോള് പെണ്ണെട്ടികളൊക്കെ ടൂറിസ്റ്റിലാണ് ജീവിക്കുന്നത് അതെന്തെങ്കിലും മനസ്സിലാവും. പേരും തിരക്ക്. പക്ഷെ ഞാൻ സ്ലോ ആട്ടോ. അല്ല ഞാൻ കാര്യം പറയട്ടെ ഞാൻ ചോദിക്കലുള്ളൂ പക്ഷെ ഞാൻ എല്ലാത്തിനും ഉണ്ടാവില്ലേ. ചോദിച്ചാൽ നടക്കൂല എന്നിട്ടും ചോദിക്കും. എല്ലാത്തിനും ഉണ്ടാവും ചോദിക്കും ഞാൻ പോട്ടെ ചോദിക്കലുണ്ട് ശരിയാണ്. വേണ്ട വേണ്ട പെണ്ണെട്ടി മാറി നമ്മളിപ്പോ കഴിക്കൂല. ഒരു പ്ലേറ്റിൽ കഴിക്കും. എന്താ ചെയ്യാ കപ്പിൾസ് ആയി പോയി. കൊറേ കാര്യം വ്ളോഗിലൊന്ന് ആറാടിയിട്ട് ഞാനും സ്വന്തമല്ലാത്തൊരു വ്ളോഗ് ഇപ്പഴാ കൈ കിട്ടത്. ജിമ്മി പാവണ്ട് 3 ദിവസമായി പരി കയറിട്ട് ഞാൻ പറഞ്ഞു ജിമ്മി എപ്പോ പോകാം. ജിമ്മിനൊക്കെ കാണാൻ പോതേ ഒരു ഫോട്ടോ ഇട്ടിട്ട് പോകേണ്ടി പാപ്പ. ഇഷ്ടപ്പെട്ടാണ് ഓ സീന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാസമാണല്ലേ. ഫൈറ്റ് ഒരു രക്ഷയില്ല പക്ഷെ ആ ചെങ്ങന്മാര് മരിച്ചൊരു സങ്കടം എല്ലാവർക്കും ആയോ പുറത്ത് അങ്ങനെ സോറി ഇന്നറിഞ്ഞത് കളക്ഷൻ കിട്ടാതെ ഇപ്പൊ അയച്ചോ അപ്പൊ മാരിബിൽ നിന്നോ ഞങ്ങളൊക്കെ മാരിബിനെ ലഞ്ചനെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ലഞ്ച് ഈവനിങ്ങിന് മാരിബിനേഷം രാത്രി 3:30-4 മണിക്ക് ഡിന്നർ അയച്ചു. രാത്രി 3-4 മണിക്ക് ഡിന്നർ അയച്ചു. എന്നിട്ട് സുബേഷ് കേസ് അതാണ് ടൈം. ഞാൻ രാവിലെ നീച്ചുമ്പോ കഴിക്കാൻ പോയോ? ഇന്നലെ ഒരു വാപ്പാന്റെ പോലെ മാരിബിനെ ആളായി തന്നു 10 പള്ള കളിയിലാണ്. വണ്ടൂർക്ക് പോയോ? പിന്നെ അസിന്റെ തട്ടടി പോയി പാട്ടൊക്കെ പാടി മൂപ്പര് ഞാൻ അർഷുവിന്റെ 5ന്റെ കല്യാണത്തിന് കാണാന്നൊക്കെ പറഞ്ഞു. ഒരു വാച്ചൊക്കെ വാങ്ങി കൊടുത്തോ? എവിടെ അവിടെ കാണിച്ചതാ. അത് കെട്ടി നിൽക്കണ്ട ജീവാൻ വരുമ്പോ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിൽക്കണ്ട സ്റ്റെപ്പിന്റെ അല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോ എടാ കഴിക്കട്ടോ 8 കഴിക്കട്ടോ ഫാസ്റ്റാഗ് ഉള്ളില് പൂക്കി കളറൊക്കെ പൂക്കി കളറ് ആ കളറുണ്ടപ്പോ സ്ഥലത്താക്കി ഫാസ്റ്റാഗോ അല്ല ഫാസ്റ്റാഗ് ഫാസ്റ്റാഗ് അല്ല ഫാസ്റ്റാഗ് ഫാസ്റ്റാഗ് ഓ തീരും നോ പ്രോബ്ലം നോ ടെൻഷൻ. ഇവരൊക്കെ തീർന്നിട്ടില്ലേ പാർസലാക്കി പോണ ടീമാ. കൊണ്ടുപോയിട്ടോ മിക്കൊക്കെ എല്ലാ കല്യാണത്തിനും പ്രീ വെഡിങ്സിന്റെ കല്യാണത്തിന് ബാക്കി പൊതിയൊക്കെ എടുക്കലല്ലേ. നാളെ മുതൽ മിക്കക്ക് വർക്ക് കൊടുക്കണവര് അത് മെൻഷൻ ചെയ്ത് പറയും. മറഞ്ഞാ കിട്ട് മിക്ക കഴിച്ചു മിക്കേ മുണ്ടാതൊക്കെ ഭക്ഷണം മുണ്ടാൻ പാടില്ല. ശല്യം ഭക്ഷണത്തിന് മുന്നിൽ അങ്ങനെ തീരെ മുണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ല. അഫീഫും മിക്കി മനസ്സിലല്ലേ നമുക്ക് സന്തോഷം തരുന്ന മുണ്ടലുകളൊക്കെ ആവാം. ചിരിച്ചാൻ പാടില്ല. പക്ഷെ എത്ര സന്തോഷം അല്ല ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ ആവാന്നാണ് പറഞ്ഞത്.
ദുരന്തം പറയില്ലേ തീർക്കട്ടെ. മന്തിക്ക് മന്തിന്റെ കൊയ്യണോ നല്ലൊരു സ്പെഷ്യൽ ഞാൻ കൊച്ചി ഉണ്ടാവുള്ളൂ. മൂന്നിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ആകെ പുറത്തേക്ക് ഇറങ്ങണ എന്തിനൊക്കെ അറിയോ? ഒന്ന് ആശുപത്രിക്ക്, പിന്നെ എന്തിനാ, പിന്നെ ഒന്നിനുമില്ല, ആശുപത്രിക്ക് മാത്രം, വേറെ അങ്ങോട്ടും വരും. ഇന്ന് എനിക്കൊന്നില്ല, എന്താ പറ്റി, ഇമ്മുന്റെ ബാല്യകാല കൂട്ടുകാരത്തിന്റെ കുടിയിരിക്കലുണ്ടായിന്, അതിന് പോയി ഞാൻ കൊണ്ടാക്കി പോകണം. കുടുംബസമ്മതത്തിന് പോയിട്ട് ഉച്ചക്ക് തന്നെ രണ്ടാമത്തെ ഡ്രസ് ഇട്ടാലോ. എടാ ഇത് പോകുമ്പോ മറക്കാത്തൊരു സാധനം കൊണ്ടുവരണോ. ഇന്നലെ നെശ്വക്ക് ഇത് തന്നില്ലേ, ഓല് ഇമ്മച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞാണ്ട് ഒരു സാധനം തന്നിക്കണേ. അത് ജനകാരം തന്നല്ലേ, പലതരം അച്ചാറ്, അതായത് സീൻ അച്ചാറുകളാണ്. നേരം കിട്ടില്ല അച്ചാറും. അത് ശരിയാണ്, വേറെ കാര്യം അല്ലെ, പോകുമ്പോ കൊണ്ടുപോയെങ്കിലും ചെയ്യാം, വെറുതെ തിന്നാ. അവനാന്റെ ഇപ്പമാര് ടീച്ചേഴ്സായ സ്കൂളിൽ പഠിച്ചു വെക്കാൻ അതിന്റെ ഗുണവും ദോഷം അനുഭവിച്ചു, അഫി അനുഭവിച്ചിട്ട്. അതിലൊരു ഗുണമല്ല, അതിന് ദോഷം മാത്രമേ ഉള്ളൂ. വരുന്നൊരു പൊള്ളൊക്കെ കൊട്ടിപ്പോവും. കുഴപ്പമില്ലല്ലോ, ടീച്ചർ ഉണ്ടല്ലേ അല്ലേ. ഇനി നമ്മളെന്താ തെറ്റ് ചെയ്തു, വാപ്പാരൊക്കെ രണ്ടടി എക്സ്ട്രാ അടിക്കും. കാരണം എന്താ വെച്ചാൽ അവനാന്റെ കുട്ടിനോട് ഒരു താലോലിക്കുണ്ടെന്ന് തോന്നരുതല്ലോ. അപ്പം വരാൻ പറ്റേറ്റാ ഫുള്ള് കണ്ടേ. പിന്നെ ഇപ്പൊ കാണാൻ ചെറിയ തെറ്റിനൊക്കെ എന്താ ചോദിച്ചു, അതൊക്കെ ഉണ്ടാവും. വാണ പഠിച്ചാൽ ഇവനാണ് പള്ളറച്ചടിട്ടിരിക്കുന്നതേ, ഇവരൊക്കെ കഴിച്ചിട്ടായ ആൾക്കാർ. ഇവരൊന്നും തലക്കണോണ്ട് അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫുള്ള് വാങ്ങാൻ എനിക്ക് അങ്ങനെ ഫ്ലെക്സിബിൾ ഫോട്ടോ അതൊക്കെ ചോറ. പിന്നെ ഓർക്കാണ്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് സൈസ് കറക്റ്റ് സൈസ്. പിന്നെ അതിനൊന്ന് സ്റ്റുഡിയോ പോയി ചോറോടിച്ച പരിപാടിയാണ്, നടക്കൂല. ഞാനും ഇനി ഒന്നില്ലല്ലോ, എനിക്ക് കിട്ടിയില്ല. ഇവിടെ നിൽക്കണേ ചെറുപ്പത്തില് 9 എനിക്ക് എണ്ണം കിട്ടിയപ്പോ നാട്ടില് വന്ന ആഘോഷം തോൽക്കുന്ന മറ്റേ ചങ്ങേവരുണ്ട് വെച്ച് ജയിച്ചോല് ഓലന്റെ ഫ്ലക്സ് വെച്ച് പറഞ്ഞ് തോൽവിന്റെ പക്കത്തുനിന്ന് കഴിച്ചില്ല. പിള്ളേർക്ക് പരി പോയി കിടന്നു തുടങ്ങി. ഞാൻ ഉച്ചക്ക് തുടങ്ങിയ പരിപാടികളാണ്, ബാൻഡ് മേളം പരിപാടി. കാരണം ആ ലെവലിൽ മാർക്കിട്ട് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മ, നമ്മളാ ഈ മാരാ പോയി എടുത്തത് അന്ന് കോട്ടക്കലാണ് പോയി കൊണ്ടത് വീട്. അതൊരു കാലം. ഫസ്റ്റ് വണ്ടി എടാ ഗീവ് അവേ കൊടുത്തോ? ഓല് അവിടുന്ന് വന്നോ? എങ്ങനെ, കാറിലോ? സുഹൃത്തുക്കളെ, ഇനി ഇതേമാതിരി ഗീവ് അവേ ഇടുന്ന സമയത്ത് അതിൽ പങ്കെടുത്തോണ്ടിട്ടോ ഒരാളടിക്കും. രണ്ട് കമന്റ് ഇടുന്ന വടക്കല്ലുള്ളൂ. ഇത് ഫേക്ക് ഒന്നല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടി കാണിച്ചില്ല. കുറെ ആൾക്കാർ ഇത് വെറുതെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് വന്ന വിന്നർ കേട്ടോ, കാസർഗോഡ്. അപ്പോ നമ്മള് സിയ ഗോൾഡ് ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തിരുന്നു, iPhone 17 Proയുടെ. അപ്പോ ആ ഗിവ് അവേയില് 40 ലക്ഷം കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സോ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും ഭാഗ്യം ലഭിച്ച നറുക്ക് വീണ ആളാണ്, നമ്മൾ സെലക്ട് ചെയ്ത ആളാണ് വന്നിട്ടുള്ളത്. അവര് കാസർഗോഡ് നിന്നാണ് വരുന്നത്. പേര് ഖദീജത്തുൽ അഫ്ന. സോ അവര് രാവിലെ മുതൽ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എല്ലാവിധ ആശംസകളും. ഹാപ്പി അല്ലേ? ഹായ്. സോ നമ്മള് പിന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഗിവേയിലൊക്കെ പങ്കെടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാറിലാ നിക്കണേ. എന്നാലും എന്താടാ, ഒരു 5000 രൂപ എണ്ണ അടിച്ചു കൂട്ടിക്കോ. അത് ഫോൺ ബുക്ക് 17 അല്ലേ, ബുക്ക് ചെയ്തിട്ട് കൂടി കിട്ടണില്ല. നല്ല രസമാണ്. കാരണം ജസ്റ്റ് ഒരു കമന്റുമേ ഒരു ഫോളോ എന്താ കിട്ടണേ, വെറുതെ ഇരിക്കുമ്പോ 2 ലക്ഷം. അതൊരു ലക്കന്നല്ലേ, നല്ല ലക്കാണ്. 40 ലക്ഷം കമന്റ് ചെയ്താണ് എടുക്കണത്. 40 ലക്ഷം ആൾക്കാരിൽ നിന്ന് കിട്ടണ്ടേ. മിക്ക ഗീവയിൽ പങ്കെടുക്കല്ലോ. സുഹൃത്തുക്കളെ, ഞങ്ങൾ പെടുന്നൊരു പെടലെന്ന് അറിയോ,
ഈ പെടുന്ന ജീവിതം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതെ, അടിച്ചാൽ തന്നെ നിങ്ങൾ എന്താ പറയാ ഒന്ന് പറഞ്ഞാണേ. ആ, അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ശരിക്കും നിറയ്ക്കാൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടി, നിങ്ങൾ എന്തേക്കാരും പറയാ, അതൊന്ന് കമന്റിൽ പറയട്ടോ. കമ്മിറ്റി കളി അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ പങ്കെടുത്തൊരു കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആരും പങ്കെടുക്കില്ല. കമന്റ് ഇടാനിടത്തൊക്കെ ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ പോയി തിരിച്ചൊക്കെ പോരും. അല്ലാതെ അവിടെ മെൻഷൻ ചെയ്തിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല. നമ്മളാൾക്കാർക്ക് കൊടുക്കൂല, അത് റൂളാണ്. അതന്നെ ഒരു ഡബിൾ. ഇപ്പൊ എനക്ക് നമ്മൾ തന്നെ എങ്ങനെയാ വെച്ചാല് എനിക്കും അനക്കും പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിക്കും കൊടുക്കണം, കൊടുക്കുള്ളൂ. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ കൊടുത്തുവിടാം നമ്മളായിട്ട്. അതെടുത്ത് ഞാൻ ഒരു ബന്ധം വെക്കാതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് പരിപാടിക്കൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സാധനം എടുത്താൽ കൊണ്ടുവന്ന വെച്ചാ കൊണ്ടുവാ. അതൊക്കെ മനുഷ്യന്മാരെ കൊടുക്കുക. അല്ല, അത് ഒരു ചെറിയ പീസ് പോലെ തിന്നിട്ട് അഭിപ്രായം പറയണം. അതെ ജിമ്മി പറഞ്ഞോ. കേക്ക് ഉണ്ടാക്കിയിരുന്നേ, നാളെ ട്രെയിൻ കയറി പോവാനാണ്. കേക്കിന്റെ ഷേപ്പ് നോക്കട്ടെ. ഷേപ്പിന്റെ പറഞ്ഞിട്ടാണ് കേക്കിന്റെ കോലം കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുണ്ട്. ആ കോലം കാണിച്ചെടുത്ത അല്ല അഭിപ്രായം പറയട്ടെ. കൊണ്ടുപോകാ ഒരു നല്ല ബേക്കറാണ്. ഈ ബാസിലിക്കാനെ കൊണ്ട് ബാസില് കിടപ്പറയിൽ അടി വാങ്ങേണ്ടി വരും. ബാസിൽ ചെദറാക്സ് പോലത്തെ കേക്കാണല്ലോ. മുറിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, മുറിച്ചല്ലേ. ഇത് ബ്ലാക്ക് ഫോറസ്റ്റോ? പേരെന്താ കേക്കിന്റെ പേരെന്താ? ഏത് ഫോറസ്റ്റ് പറയും, ഏത് വിഭാഗത്തിൽപ്പെട്ട പറഞ്ഞെടുക്ക്. വിഭാഗം ഇന്ന് പുറഞ്ചുണ്ടാകും. സുഖകളെ വന്നു പോകുമ്പോ അതിന് രജനീകാന്തിനെ പോലെ ശരിയാക്കി തരാം. ബാസിലെ പേരില്ലേ നാഷ് എന്നൊക്കെ വിളിക്കണം. ആടാ ഞാൻ എന്താ വിളിച്ചു നാഷ് വിളിച്ചല്ലേ എന്റെ അഭിനയം റെഡി തന്നെ വിളിച്ചത്. ഒഴിഞ്ഞു വരാ ഉള്ളൊരു ഭയമുള്ള എന്ത് ഭയം? ഇതുവരെ നോക്കി നമ്മളിങ്ങനെ പോകുമ്പോ കറക്റ്റിന്റെ ബാക്കിൽ ആയിക്കോട്ടെ. പറഞ്ഞ മാലിയും കഴിച്ചേനു അതൊക്കെ തന്നെ ഓല് ഇമ്മച്ചിക്ക് ഒരു സാധനം തന്നിക്കണേ കാണിച്ചുതരാം. ഇപ്പോഴും പറഞ്ഞിട്ടുള്ളോട് അതല്ല ഇതിന് മുട്ടായൊക്കെ എനിക്ക് കിട്ടുമോ? ഞാൻ പറഞ്ഞ ആരും അതിന് ഇത് അമ്മച്ചിക്കുന്നത് വെല്ലുമാസ് ചിക്കൻ പിക്കിൾ, ലെമണ്, ബീട്രൂട്ട്, ബീഫ്, ടൂണ, അത്രയും സാധനമുണ്ട്. അങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കണേ. എൻ്റെ അടുത്ത് തരണം പറഞ്ഞുകൊണ്ട് 12 മണിക്ക് ഉച്ച മയക്കുന്നത്. അതല്ല നാളെ എന്താ പരിപാടി? ഓക്കെ
ആക്റ്റീവോ മറ്റീൻ്റെ അതിനടിച്ച് പോകണം പറഞ്ഞ് അതെവിടെ വെച്ചിട്ടാ ആണോ അത് കാണാൻ പറ്റുമോ നമ്മക്ക് കണ്ടിട്ടുണ്ടോ ഞാൻ നാളെ ലീവ് എടുക്കുന്ന നവരസങ്ങള് മറ്റേ ശ്രീനിവാസനെ അതിന് പഠിപ്പിക്കണ്ടല്ലോ അതിന് ശരിക്കും എന്താ പറഞ്ഞ എന്നോട് കൂട്ടിയാ കൂടിച്ചു എന്നല്ല പറഞ്ഞു കൂട്ടും പക്ഷെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാറ് ഫൈറ്റ് പക്ഷെ ഉണ്ടല്ലോ ഇത് കാണാത്ത ലെവലിൽ ചാവും സ്ക്രീനിൽ വരുമ്പോ അല്ലേ ഇതില് ചേഞ്ച് വരുത്തോ ഹെയർ താടി ഒരു മാറ്റമല്ല ചെറുപ്പകാലം അങ്ങനത്തെ ഒന്നുമില്ല മമ്മൂട്ടിക്ക് കുട്ടിക്കാലം ഉണ്ടാവും മമ്മൂട്ടിക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് കുട്ടിക്കാലം ഉണ്ടാവില്ല ആ ഓക്കെ ഓക്കെ സൈഡിൽ നല്ല കേട്ടോ അതിലൊരു ഫൈറ്റ് ഉണ്ട് ഒരു 10,000 ആളെ ഫൈറ്റ് അതിൽ ബാക്ക് ബാഹുബലിയൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ബാക്ക് നിന്ന് ഓടി വരെ പറയാനില്ല അതിലൊന്നാണ് നരസിംഹത്തില് ഇതാക്കാണ് അറിയുമ്പോ പോയി കൂടെ ഒരു 500 ആൾ വരുന്നുണ്ടല്ലോ അതായത് പെട്ടെന്ന് മരിച്ച അതാവുമ്പോ വലിയ ഡയലോഗ് ഇല്ല ഡബ് ചെയ്യാൻ പോണ്ട ഒന്നിന്റെ ആവശ്യമല്ല മരിച്ച എന്നിട്ട് കാണികളെ സാധാരണ പിടിച്ചു പറ്റി എന്നാ നമുക്ക് കേക്ക് കുറിച്ച് അഫിയ വാ അഫിയ ഇത് പെട്ടെന്ന് എന്തേ അത് ഞാൻ പുതിയ വാങ്ങിയത് പൊട്ടിച്ചിട്ടില്ല ഞാൻ അതിൻ്റെ അത് ഇങ്ങനെ കീറി വെച്ചിട്ടുള്ളൂ അല്ല ഇത് എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് വാങ്ങരുത് ഫുൾ ഫേക്കാണ് എന്നിട്ട് ഇത് എറണാകുളത്ത് നിന്ന് എത്തിച്ചാണ് ഇനി ഇത് ഫേക്ക് സുഹൃത്തുക്കളെ അറിയണവരെങ്കിൽ പറഞ്ഞു ഇത് ഫേക്ക് ആണോ കേക്ക് കുറിച്ച് വരി എടാ വരിടാ എടാ ഞങ്ങൾ കേക്ക് കുറിച്ചാട്ടോ ഇത് പുറത്തേക്ക് വെക്കട്ടെ കേട്ടോ മറ്റേ മറന്നു പോകും ഇതിലിപ്പോ എന്താ വെച്ചാ ഇത് ധൈര്യം ചെന്ന കമ്പനിയാണ് വിഷമേക്കട്ട ഇത് കട്ട് ചെയ്തിട്ട് വരും അല്ല ഇതെന്നാ മുട്ടായി മുറിക്കട്ടെ ഞങ്ങൾ മുറിക്കണേ ആ കുഴപ്പമില്ല ഒരു വെറൈറ്റി ആയിട്ട് ഇത് കുറിച്ചാ ആ മതി കുറിച്ചോ ഏയ് ഞാൻ ഓളെ ബർത്ത്ഡേക്ക് ഇത് ബർത്ത്ഡേ ഒന്നല്ല കേട്ടോ ആ ഓനങ്ങനെ കുറിച്ച് ഇവിടെ ഒന്നിരിക്കും ഏ വേണ്ട ആണോ അല്ല കഴിച്ചു നോക്ക് മോളെ കൈ ആ അല്ല കൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോ ഇത്ര ടേസ്റ്റ് ഇല്ലല്ലോ ഉണ്ടാക്കിയപ്പോ അത് നോക്കിനി തണുത്തിട്ടാ ഇത് പീടി നോക്കണം അതേപോലെ ജെന്യുവിൻ റിവ്യൂ അത്രക്കും കണ്ട് ഇതില്ല അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും മധുരം തിന്നാത്തവരാണ് പിന്നെന്താ വെച്ചാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് തിന്നാന്ന് മാത്രം ഞാനും അത്ര ഒന്നുള്ളൂ ഇനിയൊന്നുമില്ല ഇത് നിജനെ നിർത്തുള്ളൂ ഇതാ എടേ എനിക്കില്ല റിവ്യൂ
എന്താ പറഞ്ഞു ഫുള്ള് ബ്രെഡാണ്. മറ്റേ വീഡിയോ വൈറലായിട്ട് ഇന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ ഓരോ ആൾക്കാർ വീഡിയോ ചോദിച്ച് പടച്ചു ചെയ്ത് ഈ ദുബായിൽ അപ്പാർട്ട്മെന്റ് വെക്കണല്ലോ ദയവ് ചെയ്തിട്ടുണ്ടല്ലോ, ഉപദ്രവമില്ലെങ്കിൽ അല്ല ഉപകാരമില്ലെങ്കിലും ഉപദ്രവിക്കരുത്. കാരണം ഹനാൻഷ പേരെടുത്തു, ഹനാൻഷാന്റെ പെണ്ണുങ്ങൾക്ക് കിടക്കാനുള്ള റൂമുണ്ട്, ഹനാൻഷ അമ്മായിന്റെ റൂമാണിത്, ഹനാൻഷ വലിയപ്പാന്റെ റൂമാണിത്. അങ്ങനെ പറയുമ്പോഴേ ആരും സ്കിപ്പ് ചെയ്യില്ല, അങ്ങനെ കാണും. ആ ഹനാൻഷാന്റെ ചിന്തിച്ച് ഇങ്ങനെ കാണും. ഇന്നാലും ഞാൻ ഫസ്റ്റ് വീഡിയോ ഉണ്ടപ്പോ ഇതപ്പോ പ്രശ്നമല്ലോ. കുടുംബത്തിലെല്ലാം ചോദിച്ചിട്ടുണ്ടേ ദുബായിലൊക്കെ അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് ലൈഫൊക്കെ സെറ്റാ, കടം ചോദിച്ചിട്ട് ആൾക്കാർ ഫണ്ട് കിട്ടുമ്പോ അറിയാനാണ്. ദുബായിലെ അപ്പാർട്ട്മെന്റ് പോയിട്ട് നാട്ടിലേക്ക് ഒരു വാടകപ്പര കൂടി. ഞാൻ വേറെ പ്രശ്നം പറയട്ടെ. നിങ്ങളിപ്പോ ദുബായി പോയില്ലേ, നിങ്ങൾ ദുബായിന്ന് ഒമാൻക്കാണ് ഫ്ലൈറ്റ് കയറിയപ്പോൾ ആ വരുന്ന ഒമാനിൽ ഒരു ലോഡ് പോള്. പിന്നെ നിങ്ങൾ ഒമാനിന് പരിപാടി പിറ്റേന്ന് രാത്രി ഷാർജയ്ക്ക് ആ വരുന്ന ഷാർജ ഭാഗത്തുനിന്ന് രസാക്കല കൂടും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ നാട്ടിൽ നിൽക്കണേ നമ്മളോട് ഞമ്മക്ക് തന്നെ പേര് വിളിച്ചാൽ കിട്ടൂല അവിടെ വെക്കുമ്പോൾ. കാരണം ഫോണിക്ക് നോർമൽ കോള് പോവില്ല, ടൈം ലൈൻ മാറ്റണ്ടാവും. പിന്നെ അപ്പോഴും ഇപ്പോഴും ഒരു പരിപാടി കഴിഞ്ഞ് ഉറങ്ങി അപ്പോഴും ഇപ്പോഴും കിട്ടുന്ന ബോട്ടിമോ അതൊക്കെ കിട്ടുള്ളൂ. ഉറക്ക് വേറെ പോണ്. അപ്പൊ എന്താ വെച്ചാൽ അതിൻ്റെ അടി കൂടെ ഇവരെ എവിടെ ഞങ്ങൾ എങ്ങനെ എനിക്ക് പറഞ്ഞുതരാം, അതൊന്ന് പറഞ്ഞുതരാം. അതുകൊണ്ടാട്ടോ പറയുന്നത്, വേറെ പ്രശ്നം. അതുപോലെ അപ്പാർട്ട്മെന്റ് ദയവ് എതിച്ചാലും അപ്പാർട്ട്മെന്റ് വാങ്ങിത്തരാം ദുബായിൽ. കാരണം നാട്ടിൽ നടക്കാൻ വിചാരിക്കണം. നാട്ടുകാരൊക്കെ ഒരു വേറെ കണ്ടില്ല പിന്നെ കാണുന്നത്. ദുബായിൽ വൻ നേതാവാണ്, ദുബായിൽ വൻ കുട്ടിസറാങ്കാണ്. ദുബായിൽ ഞാൻ ഭയങ്കര മാഫിയാണ്. ദുബായിൽ ഞാൻ ആകെ കലഫുള്ളോണ്ടിച്ച് കിടക്കാൻ സ്ഥലമുണ്ട് അവിടെ. എന്നിട്ട് ഇല്ല ഞാൻ മൂപ്പരും കൂടി വീഡിയോ കണ്ട് ട്രാൻസ്ലേഷൻ കണ്ടോക്കെ ഞാൻ വേറെ വില്ലെടുത്ത് മൂപ്പര് കരുതും. ദുബായില് അപ്പാർട്ട്മെന്റ് വാങ്ങിയില്ലേ ഇപ്പൊ നിന്നോട് ഉച്ചക്ക് വെച്ചേ ഞാൻ പറഞ്ഞു. ഇപ്പൊ അതൊക്കെ ഓരോരുത്തർ വെറുതെ വീഡിയോ ആണോ കുടുംബക്കാരൊക്കെ ഒന്ന് ചോദിച്ചോ റൂമിൽ നിൽക്കാൻ പറ്റുമൊക്കെ. ദയവേത് ഇനി അങ്ങനെ ഡെല്ലിട്ട് അവനും നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങളെ കൊണ്ട് ഉണ്ടാവണത്. ഉപദ്രവം ചെയ്യരുത് പ്ലീസ്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വെക്കരുത് അല്ലേ? അതെ, അത് അറിയാതെ കക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കരുത് പറഞ്ഞാല് അറിയാതെ വെക്കണത്. അപ്പൊ ഒരിക്കലും ചെയ്യരുത്. ഞാൻ അഫിന്റെ റൂമൊക്കെ കാണിച്ചിട്ടുണ്ട്. എടാ അഫിയെ അന്റെ റൂമിനെ കുറിച്ച് പൊട്ടിച്ച് നിൽക്കുക അതൊക്കെ പറയുമ്പോണ്ടല്ലോ ഞരമ്പലിങ്ങനെ ഞാൻ ഒരു കമന്റ് എനിക്ക് അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച് നാട്ടിലത്തെ പേരാ മതിയാറുണ്ട്. കിട്ടീനോ? ഞാൻ ഒരു താത്താന്റെ വീഡിയോ അല്ലേ, ഒരു താത്ത പറയണല്ലേ കൊറേ ആൾക്കാർ വേറെ എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ എനിക്കൊന്നും റൂം എടുത്തരില്ലേ അവിടെ പ്രത്യേകിച്ച്? കൂറ്റമ്പാറ വിട്ടാണ്ട് എന്റെ അപ്പിയും ബില്ലെടുത്തോളം കാലം ഞാൻ കൂറ്റമ്പാറ തന്നെ ഉണ്ടാവും. കുറച്ച് ദിവസം ചെന്നൈ പോയി തിരിച്ചു വന്നേ. അത്രേ ഉള്ളൂ. പാട്ട് പഠിക്കാൻ ചെന്നൈക്ക് പോയി. വളർന്നിക്കണെന്നുള്ളൂ. ഇമ്മാനെ കാണാൻ പൂജയാവും 4 ദിവസം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പറയുമ്പോ നമുക്ക് വലിയ സെലിബ്രിറ്റി ഒക്കെ ആവും. പക്ഷെ ഉമ്മാനെ കാണാൻ പൂജയാവില്ലേ? ആരൊക്കെയാണെങ്കിലും എവിടെ 5 സ്റ്റാർ നിൽക്കാൻ കഴിയില്ല, കൈ വറക്കും പേടിച്ചിട്ട്. രാത്രി കാണാൻ പുതിയായിട്ട് കൈ ഇറക്കുന്നുണ്ടാറ് ആ ഭാഗം മാത്രമാണ് കട്ട് ചെയ്യും. അനാൻഷാക്കൊക്കെ കൈ ഇറക്കും. കാരണം എന്ത്? ആ സുഹൃത്തുക്കളെ ബ്ലോഗ് വരും കേട്ടോ. ഈ മാസം ജിന്നെടുക്കണ പണിയില്ലല്ലോ. ഈ മാസത്തിൽ 30 ദിവസം ഉണ്ടല്ലേ, 27 ദിവസം ഞാൻ പണിക്ക് വെക്കാം. അതൊന്ന് പറയണേ. അതെ അതെ. അല്ല ഞാൻ Q&Aയിലൊക്കെ പറഞ്ഞു. അതല്ല ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു ഇന്ന് എടുക്കണം പറഞ്ഞു. എല്ലാരും പോയില്ലേ? Q&A അല്ല
അസർ കേക്കണ്ടോ കിട്ടും മിക്ക ഇജായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാണ്. ഏത് വേണ്ട മിക്ക പറയില്ല. ദുബായില് ഏതേന് കൊറേ കഥകൾ കേട്ടിട്ടുണ്ട്. ഏത് ഇല്ലല്ല കേട്ടില്ല. മിക്കി മിക്ക വാ പേരൊക്കെ എഴുതിക്കണേ ടുഹാനാൻസ എന്നൊക്കെ പറഞ്ഞു. ആ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒന്ന് വെച്ചിക്കണേ. നമ്മൾ കണ്ടില്ലേ ഇനി വിക്ടർഗോഡ്, പാവക്ക, കൈപ്പക്ക അങ്ങനെയൊക്കെ പറയും. മത്തിയ ശക്തിയോടെ ഒരുപാട് ചിരിക്കാനുള്ള കണ്ടൻസ് നമ്മൾ കൊണ്ടുവല്ലേ തിരിച്ചുവരും. എന്താ പണിക്കോണ്ടാണ് ഒക്കെ കൂടെ നടക്കണില്ല. ഉറക്കം കിട്ടില്ലേ കുറച്ച് ദിവസമായിട്ട്. ഇമ്മച്ചൊക്കെ പോകുമ്പോ അമ്മച്ചൊക്കെ സങ്കടമാവുക. കാരണം പെരനെ ഞങ്ങളെ കാണാൻ കിട്ടില്ല തീരെ. മിനിഞ്ഞാന്ന് ദുബായി ഞാൻ 20-ാം തീയതി വന്നിക്കണേ. എന്റെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി 20-ാം തീയതി അവിടെ വെച്ചതാ. 20-ാം തീയതി വന്ന അന്ന് ഞാൻ കൊച്ചിക്ക് പോയി. പിന്നെ കണ്ണൂര്, കോഴിക്കോട്, അങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടക്കല് ഫുള്ള് പരിപാടിയും കഴിഞ്ഞിട്ട് ഇന്ന് പൊട്ടിക്കരുതി. ഇന്നിപ്പോൾ ഇപ്പച്ചി ഇമ്മച്ചിയൊക്കെ കുടുംബസംഗമത്തിന് പോയി. ഇനിയിപ്പോൾ നാളെ മോല് TK കോളനി അതോ റിസോർട്ടിലൊക്കെ കൂടി. ഞാൻ 5:30 കിടക്കണത് രാവിലെ പണി ഉണ്ടായതുകൊണ്ട്. അത്രേ ഉള്ളൂ. മരിച്ചല്ലേ അത് മാത്രം ഒരു പേടിയല്ലോ കേട്ടോ. പക്ഷെ ഉറങ്ങണം കേട്ടോ. കുത്തേ കിട്ടുന്ന ടൈമിൽ ഉറങ്ങാം. അതാണ് നേരം തെറ്റി ഉറങ്ങാൻ. അഫി വരും മൂത്രയ്ക്കാൻ അച്ചാർ വെച്ച് തരും. അടുത്ത വ്ളോഗ് എന്നാ വരും പറഞ്ഞാ? നാളെ എടുക്കരുത്. രാത്രി എടുക്കാം. പെട്ടെന്ന് പഠിക്കും ഞാൻ. അഭിനയല്ലേ പേടിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ കുറച്ചേരം നമ്മളെ അതിൻ്റെ ഉള്ളിലിരുത്തോ. നമ്മള് തിരിഞ്ഞിക്കാ. എനിക്കതൊന്നും എന്തെങ്കിലും പഠിക്കണമെന്നുണ്ട്. ഒന്നും കാട്ടൂല. വെറുതെ മൂലൊക്കെ ഇരുത്തിയാ മതി. നിങ്ങളാ പേരന്റെ പരിസരത്ത് ഉണ്ടായ തന്നെ എന്റെ ശ്രദ്ധ തെറ്റും. എന്നിട്ടല്ലേ നിങ്ങളെ റൂമില് ആയിക്കോട്ടെടാ. ജിമ്മോ പരിപാടി കഴിഞ്ഞൊന്നും അവന് ഉറങ്ങാൻ കൂടുന്നില്ല. പക്ഷെ ഒരു ടൈമില് ഞാൻ പോയ പോലെ പോയി. കറക്റ്റ് വാട്ടറും ഫുഡും. ഇപ്പൊ ഇനി എന്താ പരിപാടിന്റെ മുന്നെന്താ തിന്നാ തിന്നും, കഴിയുന്ന തിന്നും. ഞാൻ പോവാ. പിന്നെ പരിപാടി കഴിഞ്ഞാൽ നല്ല വിശക്കും ചെയ്യും. ഞാൻ മിഞ്ഞാന്ന് സ്റ്റേജ് മുന്നില്ലേ എനിക്ക് എനിക്കെന്തിനാ വിശക്കണേ? വെറുതെ അതായത് അവിടെ നിന്ന് വിയർത്തേണ്ട വെറുതെ വിശക്കുക. എന്തിന് ചിന്തിക്കും. 4 പാട്ടല്ലേ, പക്ഷെ നമുക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോ അറിയാം എനർജി എന്തായാലും നമ്മുടെ സൗണ്ട് ആണെങ്കിൽ എനർജി ആയിട്ടല്ലേ പോണത്. അപ്പൊ ഭയങ്കര ടാസ്കാണ്. മടിയിലിരുന്നോ? ഓക്കെ അപ്പൊ ഗൈസ് താങ്ക് യു ഗൈസ്. ഓക്കെ കാണാതെ നാളെ കാണാം. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വ്ളോഗിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? നോക്കാൻ കൂടെ എല്ലാവരും 3:27 എല്ലാവരും 3:50 എത്തിച്ചുകൊണ്ട് വ്ളോഗ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കേറിക്കോ ഫുള്ളിരിക്കും. ഡോണ്ട് വറി ഐ ഷോൾ. ഓക്കെ ഞാൻ വിളിക്കാം.